നമ്മളെ പ്രശ്നങ്ങൾ വരാറുണ്ട്. നമ്മൾ വലിയ ഗ്യാസ് കിട്ടായിട്ട് ഇപ്പോൾ 2 ദിവസം കൂടെ ഉണ്ടാവും, കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യേണ്ടി വരും. 100% LDF തന്നെ വരുള്ളൂ. 100%. എന്താ അങ്ങനെ പറയാൻ കാരണം? അവരെ വികസനം തന്നെ മുന്നോട്ട് ഉള്ള വികസനങ്ങളാണ്, ഇനിയും അത് തുടർന്നും ഉണ്ടാവും എന്നുള്ളൊരു എന്താ പറയുക, അതുപോലെ തന്നെ ആയിരിക്കും. പിണറായി വിജയൻ തന്നെ വരും രണ്ടാമതും. നൗഷാദ് അലി ജയിക്കാനാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നൗഷാദ് അലി ജയിക്കാനാണ് ചാൻസ്. ട്രെൻഡ് അങ്ങനെയാണ് കാണുന്നത്. മീൻസ് ഇപ്പോൾ തീരദേശ മേഖലയിലുള്ള ഈ കൂടുതൽ ആളുകളും ഇടതുപക്ഷത്തിനെതിരായിട്ടാണ് ഇപ്പോൾ റീസെൻ്റായിട്ട് കാണുന്നത്. ഇപ്പോൾ 44-ാം വാർഡിലേറ്റോ ഏതോ ഒരു നോട്ടയ്ക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് CPM സഖാക്കളെ അവിടെ പോസ്റ്റൊക്കെ ഒട്ടിക്കുന്ന കണ്ട്, പിന്നെ TM സിദ്ദീഖിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് പേര് ഇതൊക്കെ പറഞ്ഞിരുന്നല്ലോ, സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിരുന്നു. സോ നൗഷാദ് അലി ജയിക്കാനാണ് ചാൻസ് കൂടുതലും. ഷക്കീർ ആയിക്കോളും. നിങ്ങളങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ പൊന്നാനിൻ്റേതായിട്ടുള്ളൊരു ചരിത്രമുണ്ട്. പൊന്നാനിൻ്റെ എങ്ങനെ പോയാലും ഇപ്പോൾ ഏതൊരു എന്താ പറയുക, പുറത്തുനിന്ന് വന്ന ഒരു സ്ഥാനാർത്ഥിയാണെങ്കിലും പൊന്നാനിൻ്റേതായിട്ടുള്ള CPM-ൻ്റേതായിട്ടുള്ളൊരു വോട്ട് ബാങ്കും, അതുപോലെ CPM-ൻ്റെ MLA മുന്നേ ഉണ്ടായിരുന്ന ഇപ്പോഴുള്ള നന്ദകുമാറാണെങ്കിലും അതിൻ്റെ മുന്നേ ഉണ്ടായിരുന്ന MLA-മാരായാലും ഒരുപാട് മാറ്റങ്ങൾ പൊന്നാനിൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. നമ്മുടെ ഇതിലിപ്പോൾ UDF ജയിക്കുന്നുള്ള ഇതിലാണ് കാണും ആണല്ലേ? എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ സക്കീർ ജയിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ. കാരണം ഞാൻ ഒരു ഇടതുപക്ഷ ചിന്താഗതിയോടുകൂടി നടക്കുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ പാർട്ടിയിലൊന്നുമല്ല, പക്ഷെ അങ്ങനെയുള്ള ഒരാളാണ്. അതിന് പിന്നെ സക്കീർ ജയിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. UDF-നാണ് സാധ്യത. എന്നാൽ ഇപ്പോൾ ഞങ്ങളെ വാർഡിലൊക്കെ UDF ആണ് ജയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു LDF തന്നെ ആയിരിക്കും. റോഡൊക്കെ നന്നാക്കി വരും. നാടിനെ നാട്ടുകാരെ സ്നേഹിക്കുന്ന ഒരു MLA നമുക്ക് വേണം, വേറെ ഒന്നല്ല. പിണറായി സർക്കാർ തന്നെ വരുള്ളൂ. അല്ല, പൊതുവെ ഇവിടെ സാധ്യത കൂടുതൽ LDF ജയിക്കാൻ സാധ്യത. എനിക്ക് ഇപ്രാവശ്യം ടൈറ്റ് മത്സരം വരുമെന്നാണ് ഒരു തോന്നൽ. കാരണം സക്കീർ നിർത്തിയതിൽ ഇവിടെ കുറച്ച് ആൾക്കാർക്ക് ഒരു എതിർപ്പുണ്ട്. അതുകൊണ്ട് സക്കീർ ജയിക്കും, പക്ഷേ ഭൂരിപക്ഷം കുറയുമെന്നാണ് തോന്നുന്നത്. നൗഷാദ് അലി. എനിക്കങ്ങനെ വ്യക്തമായിട്ട് അറിയില്ല. നമ്മൾ അത്ര ഒരു ഘടകം എങ്ങനെ നിങ്ങൾ ഈ നൗഷാദ് അലി നല്ല ജയിക്കും എന്നതിനെ കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അയാൾ കുറേ കൊല്ലമായിപ്പം നല്ല പ്രവർത്തനമാണ്, പിന്നെ എല്ലാം കൊണ്ടും നല്ലതാണ്. ഇവിടെ LDF-നെ വരുള്ളൂ, 3-ാം തവണ ഇവിടെ തന്നെ വരും. എൻ്റെ അഭിപ്രായത്തിൽ നൗഷാദ് അലിയാണ് ജയിക്കാൻ ചാൻസ്. അതിനൊരു ഘടകം എന്താണ് നൗഷാദ് അലി ജയിക്കുക എന്നുള്ള ഘടകം എന്ന് പറയുമ്പോൾ 10 വർഷമായിട്ട് ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. പൊന്നാനി എന്ന് പറയുമ്പോൾ അത് മത്സ്യമേഖലയിലുള്ള ആൾക്കാരാണ് കൂടുതലുള്ളത്. ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഈ 10 വർഷം. കഴിഞ്ഞ 2 MLA-മാരാണെങ്കിലും കാര്യമായിട്ട് മണ്ഡലത്തേക്ക് വരെ അങ്ങനൊരു കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടും നൗഷാദ് അലിയാണ് ബെറ്റർ. 2 വർഷമായിട്ട് ഇപ്പോൾ ലൈവായിട്ട് ആളുണ്ട് ഇവിടെ. LDF ജയിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. നമ്മുടെ സക്കീർക്ക, പിന്നെ ആര് ജയിക്കാൻ? ഞാൻ സക്കീർക്കയുടെ കൂടെ തന്നെയാണ്. LDF ഷുവറായിട്ട് LDF. നൗഷാദ് അലി ജയിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇവിടെ ഒരു മാറ്റം എന്തായാലും അനിവാര്യമാണ്. അപ്പോൾ നൗഷാദ് അലി ആയിരിക്കും ഈ പ്രാവശ്യത്തെ എന്തായാലും ഉള്ള ജയം. നൗഷാദ് അലി നല്ലൊരു ഭൂരിപക്ഷം ജയിക്കും. ഇത് ആരും അറിയാത്തൊരു സ്ഥാനാർത്ഥിനെ കൊടുത്തിട്ടതിൻ്റെ വിഷയം കാര്യങ്ങളും അതുതെല്ലാം ഉണ്ട്. അപ്പോൾ അത് കാരണം ഈ പ്രാവശ്യം നൗഷാദ് അലിയാണ് സാധ്യത. എൻ്റെ അഭിപ്രായം ഇവിടെ LDF ജയിക്കുന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഭരണസ്വാധീനം വെച്ചിട്ട് LDF ആണ്. അതെന്താ നിങ്ങൾ ഈ കൂട്ടത്തിൽ നിന്ന് മാറ്റി ചിന്തിക്കാൻ കാരണം? 10 കൊല്ലമല്ലേ അപ്പോൾ മാറ്റി ചിന്തിക്കണം.